ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് SDRF ഫണ്ടിന്റെ ഓഡിറ്റിംഗിൽ കടുത്ത അതൃപ്തിയാണ് കോടതി പ്രകടിപ്പിച്ചത്. ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നതെന്ന് കോടതി ചോദിക്കുന്നു സംസ്ഥാന സർക്കാരിനോട്. SDRFിൽ നീക്കിയിരിപ്പുള്ള 677 കോടി രൂപ കൈവശമുണ്ടോ എന്ന് സംസ്ഥാനത്തിന് ഉറപ്പില്ലെന്ന് ഹൈക്കോടതി പറയുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് അല്പസമയത്തിനകം ചേരും എന്ന് വേണം മനസ്സിലാക്കാൻ. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. CN പ്രകാശ്, ഇത് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. കാരണം ഒരു തരത്തിലും ഈ വിഷയത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താതെ ഒരു വാദഗതി പോലും സംസ്ഥാനത്തിന്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. കോടതിയിലും പറഞ്ഞത് കൃത്യമായ കണക്ക് നൽകിയിരുന്നു, പക്ഷെ കേന്ദ്രം സഹായിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പക്കലുള്ള 677 കോടി രൂപ നിങ്ങൾ എങ്ങനെ വിനിയോഗിച്ചു എന്ന ചോദ്യമാണ് കോടതി സംസ്ഥാന സർക്കാരോട് ചോദിക്കുന്നത്. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയുടെ ഭാഗത്ത് ഈ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഓഡിറ്റിംഗിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്ന വീഴ്ചയും അതൃപ്തിയുമാണ് കോടതി ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. വിറ്റുകളാക്കാൻ നോക്കുന്ന ആരെയാണെന്നുള്ള പരാമർശവും കോടതിയുടെ ഭാഗത്തുണ്ടായി. ഫണ്ടിൽ ബാക്കിയുള്ള 677 കോടി രൂപയിൽ അടിയന്തര ആവശ്യത്തിന് എത്ര ചെലവഴിക്കണമെന്ന് ധാരണയുണ്ടോ എന്ന ചോദ്യം കോടതി ഉയർത്തുന്നുണ്ട്. SDRF നീക്കിയിരിപ്പുള്ള 677 കോടി രൂപ കൈവശമുണ്ടോ എന്നും ഹൈക്കോടതി ചോദിക്കുന്നു. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്ന അവസാനിപ്പിക്കണം. സംസ്ഥാന സർക്കാരിനോട് കോടതി പറഞ്ഞ കാര്യങ്ങളാണ്. ഒപ്പം തന്നെ കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാരിന് കൃത്യമായി കണക്കുണ്ടാകണം എന്നും ഓർമ്മപ്പെടുത്തലും കോടതിയുടെ ഭാഗത്തുണ്ടായി. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സ്വമേധയാ സ്വീകരിച്ച ഹർജികളടക്കമാണ് കോടതി പരിഗണിച്ചത്. 677 കോടി രൂപ ഫണ്ടിലുണ്ടോ എന്ന് സംസ്ഥാന സർക്കാരിന് ഉറപ്പുണ്ടോ എന്ന് കോടതി ചോദിച്ചു. തുക പാസ്ബുക്കിലുണ്ടാകും, ബാങ്ക് അക്കൗണ്ടിലുണ്ടോ എന്ന് സർക്കാരിന് അറിയാമോ എന്ന് ചോദിച്ചു. അടിയന്തര ആവശ്യത്തിന് ഇതിൽ എത്ര രൂപ ചെലവഴിക്കുമെന്നും ഹൈക്കോടതിയുടെ ഭാഗത്ത് ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ഫണ്ടിൽ വ്യക്തത വരുത്താൻ 2 ദിവസത്തെ അവകാശമാണ് സർക്കാർ ചോദിച്ചത്. വ്യാഴാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കും. അപ്പോൾ SDRF ഫണ്ടിൽ വ്യക്തത വരുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു. അതാണ് സാഹചര്യം. ഏതായാലും വ്യാഴാഴ്ച ഈ വിഷയം ഒരിക്കൽ കൂടി പരിഗണിക്കും. പക്ഷേ അപ്പോഴും കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് പോകേണ്ട സാഹചര്യം എന്താണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. CN പ്രകാശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാന സർക്കാരിന് അതിരൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്.